എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്? ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഒരെണ്ണം ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, രണ്ടാമതായിട്ട് ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊഡക്ഷൻ, മൂന്നാമതായിട്ട് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, നാലാമതായിട്ട് ഹൗസ് കീപ്പിംഗ്. പ്രധാനപ്പെട്ട 4 സബ്ജക്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്താണ് എന്നുള്ള കാര്യം ആദ്യം നോക്കാം. നമ്മൾ ഹോട്ടലുകളിൽ നിർമ്മിക്കുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും വിവിധ രൂപങ്ങളിൽ ഗസ്റ്റിൻ്റെ മുമ്പിലേക്ക് അതിഥികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അവർക്ക് വിളമ്പി കൊടുക്കുന്ന രീതിയാണ് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിൽ നമ്മൾ പഠിക്കുന്നത്. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളും എങ്ങനെ നിർമ്മിക്കാം നല്ല രീതിയിൽ, അതായത് വളരെ പ്രൊഫഷണലായും വളരെ ഹൈജീനിക്കായും അതുപോലെ ഒരുപാട് ന്യൂട്രിയൻസുകൾ നഷ്ടപ്പെടാതെയും എങ്ങനെ പാചകം ചെയ്യാമെന്നും അതുപോലെ വിവിധ രീതിയിലുള്ള ബീവറേജുകൾ എങ്ങനെ നിർമ്മിക്കാം. ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങളും അതോടൊപ്പം പാനീയങ്ങളും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സെക്ഷനാണ് ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് പഠിക്കുന്നുണ്ട്. ആ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വളരെ കൃത്യമായും അതോടൊപ്പം തന്നെ ഹൈജീനിക്കായും അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസുകൾ, അതിൻ്റെ പോഷണങ്ങൾ നഷ്ടപ്പെടാതെ എങ്ങനെ പാചകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും അത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ഒരു സെക്ഷനാണ് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം പാനീയങ്ങളുടെ നിർമ്മാണങ്ങളും പലതരത്തിലുള്ള ബീവറേജുകൾ നമ്മൾ ഉണ്ടാക്കി നൽകുന്നുണ്ട്. അതിൽ ആൽക്കഹോളിക് ബീവറേജുകളുണ്ട്, നോൺ ആൽക്കഹോളിക് ബീവറേജുകളുണ്ട്, സ്റ്റിമുലേറ്റിംഗ് ബീവറേജുകളുണ്ട്, ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി വിവിധ രീതിയിലുള്ള പാനീയങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് ഏതൊക്കെ രീതിയിൽ നമുക്കത് വിളമ്പി കൊടുക്കാമെന്നും ഏതൊക്കെ രീതിയിൽ വിളമ്പുന്ന സമയങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ വിളമ്പാം എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇതിനകത്ത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതായിട്ട് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അതിഥികളെ വളരെ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് എങ്ങനെ അവരെ സ്വീകരിച്ച് ആനയിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേണ്ട പ്രാവീണ്യം എന്ന് പറയുന്നത് നമ്മൾ ഭാഷയിലുള്ള പ്രാവീണ്യവും അതോടൊപ്പം തന്നെ നമ്മളുടെ വ്യക്തി ശുചിത്വങ്ങളും ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും നമ്മൾ ഡിസ്കഷൻ നടത്തി അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഈ മേഖലയിൽ പഠിക്കുന്നത്. ഈ മേഖലയിൽ പഠിക്കുന്ന ഹൗസ് കീപ്പിങ്ങിനകത്ത് എങ്ങനെ നല്ല രീതിയിൽ വരുന്ന അതിഥികൾക്ക് മുറികൾ ഒരുക്കി കൊടുക്കുക എന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് താമസിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പഠിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്.